ഇൻഡിവിജ്വൽ ആൻഡ് കൾച്ചറൽ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് എന്താ പറഞ്ഞത്? നമ്മൾ സെമാൻറ്റിക് ഡെവലപ്മെൻറ്റ് പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ലാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. കോംപ്രിഹെൻഷൻ, പ്രൊഡക്ഷൻ പറഞ്ഞു. എയർലി ഫേസിൽ എന്താ സംഭവിക്കുന്നത്? ഗ്രോത്ത് സ്പർട്ട് ഉണ്ടാവും, വെക്കാബുലറി ബസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഫാസ്റ്റ് മാപ്പിംഗ് എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതാണ് ഇൻഡിവിജ്വൽ ആൻഡ് കൾച്ചറൽ ഡിഫറൻസ്. അപ്പോൾ എന്താണ്? നമുക്കറിയാം ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, യൂഷ്വലി എന്താ പറയുന്നത്, ഇത് കണ്ടോ, ഒന്നാമത്തെ ബർത്ത്ഡേക്കാണ് പിള്ളേർ പഠിക്കുന്നതെങ്കിലും ചിലപ്പം 8 തൊട്ട് 18, ഒരു 8 മാസം തൊട്ട് 18 മാസം വരെ, അതായത് 1.5 വയസ്സ് വരെയൊക്കെ നമുക്ക് ചിലപ്പം ചില പിള്ളേർ ഇച്ചിരി ലേറ്റ് ആകും. അതിന് ജനറ്റിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ റീസൺ പറയുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ പറയുന്നത് പെൺകുട്ടികൾ പെട്ടെന്ന് വർത്തമാനം പറയാൻ പഠിക്കും കമ്പയർഡ് ടു ബോയ്സ്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ ഫിസിക്കൽ മച്ചുറേഷൻ്റെ റേറ്റ് കൂടുതലാണ്. വെച്ചാൽ നമ്മൾ അല്ലേ ഒരു ഏജ് വരെ പെൺകുട്ടികൾക്ക് പൊക്കം ഉണ്ടായിരിക്കും, പൊക്കം ഇല്ലാത്ത ആൺപിള്ളേർക്ക് അത് കഴിയുമ്പോഴല്ലേ പൊക്കം വെക്കുന്നത്. സോ ഫിസിക്കൽ ഗ്രോത്ത് പെൺകുട്ടികൾക്കാണ് എപ്പോഴും ചൈൽഡ്ഹുഡിലൊക്കെ ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നത്. പ്യൂബർട്ടി കഴിയുമ്പോഴാണ് പിന്നെ അവരുടെ ആ ഒരു ഗ്രോത്ത് സ്പേർട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പിന്നെ അവർക്ക് കുറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഫാക്ടേഴ്സാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സും ഒക്കെ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഒപ്പം ടെമ്പറമെൻറ്റിൻ്റെ റെലവൻസ് എന്താണെന്ന് ചിന്തിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ടെമ്പറമെൻറ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നത്? എങ്ങനെയാണ് ടെമ്പറമെൻറ്റ് എന്ന് വെച്ചാൽ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള കുട്ടികളെ എല്ലാവരും എടുക്കും, ഒത്തിരി വർത്തമാനം പറയും. അപ്പോൾ അവർ ഒത്തിരി വാക്കുകൾ കേൾക്കും, അവർ ആ വാക്കിന് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ പിന്നെ ആൾക്കാർക്ക് നമ്മൾ പറയില്ലേ ഇങ്ങനെ ചൊക്ക എന്തൊക്കെയോ പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. അവർ പിന്നെയും പിള്ളേരോട് വർത്തമാനം പറയും. അതേസമയം ആരെന്ത് പറഞ്ഞാലും ഒന്നും കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര ടാൻട്രം കാണിക്കുന്ന കൊച്ചിനോട് എന്താ അയ്യോ തൊടുന്നില്ലേ കരച്ചിലാണേ എന്ന് പറഞ്ഞ് മാറിപ്പോവും. അതാണ് ടെമ്പറമെൻറ്റും ലെഫ്റ്റ് ഹെമിസ്ഫിയറിൻ്റെ സെറിബ്രൽ ഹെമിസ്ഫിയറും പിന്നെ ജെൻഡറും ഒക്കെ ഇതിന് വേരിയേഷൻ കൊടുക്കുന്നുണ്ട്. സോ വൺസ് ദേ ഡു സ്പീക്ക് ദെയർ വെക്കാബുലറീസ്, പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ, പക്ഷേ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരിക്കൽ വർത്തമാനം പറഞ്ഞ് തുടങ്ങിയാൽ അവരെന്ത് ചെയ്യും, പിന്നെ അങ്ങോട്ട് പോയിക്കോളും. ഈവൻ ദോ അവർ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിനുമായിട്ട്, ബിക്കോസ് ലേറ്റായിട്ട് വർത്തമാനം പറഞ്ഞ് തുടങ്ങിയാൽ എന്താ കുഴപ്പം? മറ്റുള്ളവർ പഠിക്കുന്നത് മുഴുവൻ ഇനി നമ്മൾ പഠിക്കണ്ടേ? ഈവൻ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇത് തന്നെയാണ് മിസ്സുമാർ പറയുന്നത്. നേരത്തെ ടോപ്പിക്ക് കേൾക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ഇതുവരെ മിസ്സിൻ്റെ ക്ലാസ് കേട്ടവരുടെ ഗുണം എന്താണ്? ഇനി അങ്ങോട്ട് 1-2 ക്ലാസ് കേട്ടാൽ മതി. പക്ഷെ അല്ലാത്തവരെന്ത് ചെയ്യണം? ആദ്യം തൊട്ടുള്ളത് കേൾക്കണം. അത് കേട്ട് വരുമ്പോഴത്തേനും ഇതിൻ്റെ സമയം പോകും. അതുപോലെയാണ് ഇവിടെ പറയുന്നത്. സോ അവർ വരും, പക്ഷെ അവർ ചിലപ്പോൾ ഒരിച്ചിരി ബാക്കിലായിരിക്കും. ആൻഡ് ടെമ്പറമെൻ്റലി നെഗറ്റീവ് ടോട്ട്ലേഴ്സ് ഓൾസോ അക്വയർ ലാംഗ്വേജ് മോർ സ്ലോലി. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ടെമ്പറമെൻറ്റ് അത്ര എന്താ പറയുന്നത് ആഡിക്വേറ്റ് എന്നല്ല, അത്ര എൻഹാൻസിങ് അല്ലാത്ത കുട്ടികളുടെ ഡെവലപ്മെൻറ്റും കുറവായിരിക്കും. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ദെയർ ഇമോഷണൽ റിയാക്ടിവിറ്റി ഡൈവേർട്സ് ദെം ഫ്രം പ്രോസസ്സിങ് ലിംഗ്വിസ്റ്റിക് ഇൻഫർമേഷൻ. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇങ്ങനെ എന്നുള്ള എന്താ പറയുന്നത് ഇറിറ്റേറ്റഡ് സ്വഭാവത്തിലാണല്ലോ. അപ്പോൾ അവരുടെ എനർജി മുഴുവൻ അവർ അതിനകത്തേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ പറയുന്ന ലാംഗ്വേജ് പഠിക്കാനോ അത് മനസ്സിലാക്കാനോ അത് പ്രൊഡ്യൂസ് ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റുന്നില്ല. അതും 2, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും കെയർ ഗീവറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും പ്രശ്നമായിരിക്കും. കാരണം ഈ കൊച്ചിൻ്റെ കരച്ചിലൊന്നും നിർത്തിയിട്ട് വേണ്ട കൊച്ചിനെ വാക്കുകൾ പഠിപ്പിക്കാൻ. സോ അങ്ങനെ വരുമ്പോഴതും എന്ത് സംഭവിക്കും? അതുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കുറച്ച് സ്ലോ ആയിരിക്കും. സോ ക്വാണ്ടിറ്റി ഓഫ് ദ കെയർ ഗീവർ കോൺവെർസേഷൻ ആൻഡ് റിച്ച്നെസ് ഓഫ് ദ അഡൽട്ട് വെക്കാബുലറി ഓൾസോ പ്ലേസ് എ സ്ട്രോങ് റോൾ. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തുമാത്രം പിള്ളേരോട് സംസാരിക്കുന്നു. നമ്മൾ പറഞ്ഞില്ലേ, പിള്ളേർക്ക് നമ്മൾ സാധനങ്ങൾ മേടിച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെ എടുത്തുകൊണ്ട് നടക്കുന്നു. യു ഹാവ് ടു ടോക്ക് ടു ദം. മോർ നമ്മളിങ്ങനെ അവരോട് ഒത്തിരി വാക്കുകളൊക്കെ പറയണം. അതും അഡൽട്ട്സ് ഇൻഫൻറ്റ് ഡയറക്റ്റഡ് സ്പീച്ച് ആവാം, പക്ഷെ അതിലും നല്ലത് എപ്പോഴും എങ്ങനെയാണെന്ന് അറിയോ, വാക്കുകളായിട്ട് തന്നെ പറയണം. അതിന് കുറച്ച് എംഫസിസ് ഒക്കെ നമ്മൾ കൊടുത്താൽ മതി. വെള്ളം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ അല്ലാണ്ട് ഇപ്പം മിസ് തന്നെ പറഞ്ഞില്ലേ പാലിനെ പായി എന്ന് പറയുന്നത്, അത് ആക്ച്വലി എൻ്റെ ഒരു എന്താ പറയുന്നത് ഡിഫൻസ് മെക്കാനിസമാണ്. കാരണം പിള്ളേർ പബ്ലിക്കായിട്ട് പാലെന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊരു ചമ്മലായതുകൊണ്ടാണ് ഞാൻ പായി ആക്കിയത്. പക്ഷേ അവൻ കുറേ നാളത്തേന് അവന് പാലിന് അവൻ പറയില്ലായിരുന്നു. അവനിപ്പോൾ നമ്മൾ even when he started drinking the milk, still he was telling the same name. പായി എന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെൻ്റെ തെറ്റാണ്. വൈ? ബിക്കോസ് ഞാൻ അവനോട് ഒരിക്കലും ആ വാക്ക് പറഞ്ഞിട്ടില്ല. സോ ദ ക്വാണ്ടിറ്റി എത്ര തവണ ഞാൻ പറയുന്നു,
പെട്ടെന്ന് അത് കൊച്ചു ക്യാച്ച് ചെയ്യും. ആൻഡ് നമ്മൾ കോൺവെർസേഷൻ്റെ റിച്ച്നെസ്, നമ്മളിങ്ങനെ എന്താ പറയുന്നത്, അതുകൊണ്ടല്ലോ ബൗബു വന്നു അങ്ങനെ പറയാതെ പട്ടി കുറച്ചു അല്ലെങ്കിൽ ഡോഗ് കുറച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത് മോർ റിച്ച് ആയിട്ട്, നമ്മൾ റിച്ച് എന്ന് പറഞ്ഞാൽ പൈസ ഇട്ടിട്ട് സംസാരിക്കണം എന്നല്ല പറഞ്ഞത്, വെക്കാബുലറി റിച്ച് ആയിട്ട് സംസാരിക്കുമ്പോൾ കൊച്ചിൻ്റെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള പിള്ളേർക്കും ലെസ് വെർബൽ സ്റ്റിമുലേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് കമ്പയർഡ് ടു ഹൈ സ്റ്റാറ്റസ്. കാരണം എന്താണ്, ഒന്ന് ആ പേരൻസിന് അത്രയും വാക്കുകളെക്കുറിച്ചുള്ളൊരു അറിവുണ്ടാകത്തില്ല, അതുപോലെ തന്നെ സമയം ഉണ്ടാകത്തില്ല. നമ്മൾ ഇതിനു മുമ്പുള്ള സ്ലൈഡിൽ നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അവർ ജോലിയെടുത്ത് ക്ഷീണിച്ച് വരുമ്പോൾ അവർക്ക് കൊച്ചിനോട് സംസാരിക്കാനുള്ള സമയമൊന്നും കാണത്തില്ല. അതുപോലെ തന്നെ ഇൻ അഡീഷൻ ടു ദി എമൗണ്ട് ആൻഡ് ക്വാളിറ്റി ഓഫ് പേരൻറ്റ് ചൈൽഡ് ഇൻട്രാക്ഷൻ, ലിമിറ്റഡ് പേരൻറ്റ് ചൈൽഡ് ബുക്ക് റീഡിങ് കോൺട്രിബ്യൂട്ട്സ് എന്താ പറയുന്നത് സബ്സ്റ്റാൻഷ്യലി എന്ന് പറഞ്ഞാൽ അത് ബുക്ക് റീഡിങ്ങും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? പിള്ളേരുടെ വെക്കാബുലറി. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്തെ പേരൻസ് പിള്ളേർക്ക് ബുക്കൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കില്ലിനെ കുറിച്ച് നമ്മൾ അവെയർ അല്ലെങ്കിൽ യു ഹാവ് ടു ബി അവെയർ. അതുകൊണ്ടാണ് ഇത് മിസ് ഇപ്പോൾ ക്ലാസ്സിൽ പറയണത്. സോ മദേഴ്സ് ടോക്ക് മോർ ടു ടോഡ്ലർ ഏജ് ഗേൾസ് ദാൻ ദ ബോയ്സ്. അപ്പോൾ സ്റ്റഡീസ് പറയണത് അമ്മമാർ ആൺകുട്ടികളെക്കാൾ കൂടുതൽ ടോഡ്ലർ പെൺകുട്ടികളോടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പേരൻസ് ഈ നാണം കുടുങ്ങി പിള്ളേരോട് പേരൻസ് അധികം സംസാരിക്കാറില്ല. അതിലും കൂടുതൽ എന്താണ്, സോഷ്യലായിട്ടുള്ള കുട്ടികളോടാണ് പേരൻസും സംസാരിക്കുന്നത്. സോ ഫർദർ മോർ പ്രോപ്പർട്ടീസ് ഓഫ് ദ ചൈൽഡ്സ് നേറ്റീവ്. പിന്നെ ചില ലാംഗ്വേജിന് തന്നെ ഇപ്പം നമ്മൾ പറയില്ലേ, എന്താ പറയുന്നത്, ചില ലാംഗ്വേജിനുണ്ട് ഒത്തിരി സംസാരിക്കേണ്ട ലാംഗ്വേജ് ഉണ്ട്. ചിലർക്ക് അതെന്ന് വെച്ചാൽ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ആക്ഷനും കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൂളിച്ചുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആക്കാവുന്നതിനകത്തും എന്തായിരിക്കും, സംസാരം കുറവായിരിക്കും. എന്നൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ പറയില്ലേ, ഓക്കെ എന്നൊക്കെ നമ്മൾ പറയും. അത് സാരമില്ല എന്ന് മലയാളത്തിൽ പറയുമ്പോൾ കൂടുതൽ സംസാരിക്കണ്ടേ, അതുപോലെ. സോ യങ് ചിൽഡ്രൻ ഓൾസോ ഹാവ് എ യുണീക്ക് സ്റ്റൈൽസ് ഓഫ് ഏർലി ലാംഗ്വേജ് ലേണിംഗ് വിച്ച് അഫക്ട്സ്. അതുപോലെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഓരോ പിള്ളേരും യുണീക്കാണ്. ചിലർക്ക് വേർഡ്സ് കേൾക്കാനും ഒക്കെ പഠിക്കാനും ചിലപ്പോൾ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടമാണ്. സോ അതാണ് യുണീക്കാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ടോഡ്ലർ യൂസ് ചെയ്യുന്ന ഒരു 2 ടെക്നിക്കാണ് നമ്മൾ പറഞ്ഞാൽ, വാക്കുകൾ പഠിക്കാൻ വേണ്ടി അവർ 2 ടെക്നിക്സാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഒന്നാണ് റെഫറൻഷ്യൽ സ്റ്റൈലും രണ്ടാമത്തേതാണ് എക്സ്പ്രസീവ് സ്റ്റൈലും. റെഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ദേ റെഫർ ടു ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ മെയിനായിട്ട് ഒബ്ജക്റ്റ് വൈസിനെ വിളിക്കുന്നതാണ്. അതായത് ഒരു വാക്ക് പഠിച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിൻ്റെ പേര് പഠിക്കുന്നതിനെയാണ് റെഫറൻസിങ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പം നമ്മളൊരു ഗ്ലാസ് കാണിച്ചിട്ട് ഗ്ലാസ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ റെഫറൻഷ്യൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. യു ഷോ എ ഒബ്ജക്റ്റ് ആൻഡ് യു ടീച്ച് ദം. A small number of toddlers use an expressive style compared with referential children. They initially produce more. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒബ്ജക്ട്സ് അല്ല അവർ പഠിക്കുന്നത്, ദാൻ സോഷ്യൽ ഫോർമുലാസ് ഓർ പ്രൊനൗൺസസ് എന്ന് പറഞ്ഞാൽ അല്ലാത്ത വാക്കുകളാണ് ചിലർ കൂടുതൽ പഠിക്കുന്നത്. ഇങ്ങനെ അമ്മമാരെ ഒബ്ജക്ട്സ് ഒന്നും പറഞ്ഞ് പഠിക്കും, നമ്മൾ കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കുന്നില്ല. പകരം നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ക്രിസ്ത്യാനികളാണെങ്കിലുണ്ടല്ലോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ ഉമ്മ കൊടുത്തേ, നമ്മൾ ഈ ഉമ്മ എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റൊക്കെ ഇല്ലേ, അതൊക്കെയല്ലേ പിള്ളേരെ പഠിപ്പിക്കുക. അത് എക്സ്പ്രഷൻ സ്റ്റൈലാണ്. വേറെസ് മറ്റേതെന്താണ്, ചിലർ ഷെയ്ക്കാൻഡും എക്സ്പ്രഷനാണ്. അതേസമയം താങ്ക് യു പറയാൻ പഠിപ്പിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മാണിക്ക് വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ മൈ നെയിം ഈസ് എന്ന് പറയാൻ ആ കൊച്ചിന് അറിയത്തില്ല. പകരം എന്താ പറയുക, അവൻ ഈവൻ എക്സ്പ്രഷൻ സ്റ്റൈലോ ഇച്ചിരി പുറകോട്ടാണ്. ബട്ട് സ്റ്റിൽ എന്താണ്, ചിലപ്പോൾ അവൻ നിങ്ങളുടെ കൂടത്തിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ അവൻ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആവും. സോ ഐ തിങ്ക് ദിസ് ഗൈ ഈസ് മോർ ഇൻ ടു ദറ്റ് എക്സ്പ്രസീവ് സ്റ്റൈലായിരിക്കും. വേറസ് ഗേൾസ് ഒക്കെ കുറച്ചും കൂടെ അവർ വാക്കുകൾ പറയും, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേർഡ്സ് വെച്ചിട്ടും അവർക്ക് കുറച്ചും കൂടെ വെക്കാബുലറി ഉണ്ട്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. റെഫറൻഷ്യൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഫോർമുലാസും പ്രൊനൗൺസും മറ്റേത് കംപ്രസ്ഡ് ഫ്രേസസ് ദറ്റ് സൗണ്ട്സ് ലൈക്ക് സിംഗിൾ വേർഡ്സ്. ഇപ്പോൾ നോർമലി ഇപ്പോൾ താങ്ക് യു എന്ന് പറയുമ്പോൾ അത് താങ്ക് യു ആണെന്ന് അവർക്ക് അറിയത്തില്ല, താങ്ക് യു ഒറ്റ വാക്കായിട്ടായിരിക്കും അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പോൾ മിസ് പറഞ്ഞ പോലെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇത് കുട്ടിക്കറിയത്തില്ല, കൊച്ചു ഈശോ മിശിഹായ്ക്ക് അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പം ഒരു വാക്കാണെന്നൊന്നുമല്ല, ഒറ്റ വാക്കായിട്ടാണ് അവർ ഈവൻ ഈ സോഷ്യൽ ഫോർമുലാസിനെയും നോൺസിനെയും പോലും പഠിക്കുന്നത്. ദീസ് ലാംഗ്വേജ് സ്റ്റൈൽസ് റിഫ്ലക്റ്റ് ഏർലി ഐഡിയാസ് അബൌട്ട് ദ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്.
അപ്പം ഇതിൽ നിന്ന് നമുക്ക് ലാംഗ്വേജിൻ്റെ ഫങ്ഷൻ, ആ സെൻറ്റൻസ് വിട്ടേരെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ എഴുത്, ഇല്ലെങ്കിൽ പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കൊച്ചു ലാംഗ്വേജിൻ്റെ ഫങ്ഷൻ തിരിച്ചറിയുക, ഒന്നെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതായിട്ട്. സോ റെഫറൻഷ്യൽ സ്റ്റൈൽ ടോഡ്ലേഴ്സ് തിങ്ക് വേർഡ്സ് ആർ ഫോർ നെയിമിങ് തിങ്സ്. കണ്ടോ എങ്ങനെ അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾ പഠിക്കാന് നെയിം ചെയ്യാനുള്ളൊരു കാര്യമായിട്ടാണ് റെഫറൻഷ്യൽ റെഫറൻഷ്യൽ സ്റ്റൈലിലുള്ള പിള്ളേർ വിചാരിക്കുന്നത്. വേറസ് എക്സ്പ്രസീവ് സ്റ്റൈലുകാർ വിചാരിക്കുന്നത് ടോക്കിംഗ് അബൌട്ട് പീപ്പിൾസ് ഫീലിങ്സ് ആൻഡ് നീഡ്സ്. അപ്പോൾ അത് കുറച്ചും കൂടെ എന്താ പറയുന്നത്, മനുഷ്യൻ്റെ ഫീലിങ്സിനെ കുറിച്ചും, അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞു കരയുവാണോ, കുഞ്ഞു ചിരിച്ചേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ് പിള്ളേർ ഓക്കെ ഞാൻ വർത്തമാനം പറയേണ്ടത് അത് പിള്ളേരിങ്ങനെ ചിന്തിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ക്വസ്റ്റ്യനാണ്. ബട്ട് റിസർച്ചസ് ഇതെല്ലാം റിസർച്ചിനെ ബേസ് ചെയ്തിട്ടാണ്. മിസ് ആ റിസർച്ചിൻ്റെ റെഫറൻസ് കോട്ടിങ് മിസ് ഡിലീറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ സ്ലൈഡ്സ് ഒത്തിരി സൈസ് ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ട് തരം എന്താ പറയുക തിങ്കിങ് സ്റ്റൈൽസ് ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫങ്ഷൻ മനസ്സിലാകുന്നത് രണ്ട് സ്റ്റൈൽസാണ്, റെഫറൻഷ്യലും എക്സ്പ്രസീവും. റെഫറൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ പേര് പഠിക്കുന്നതും, എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഫോർമുലാസും, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ അല്ലേ സോഷ്യൽ എറ്റിക്കറ്റ്സ് എന്നൊക്കെ പറയുന്നത്, നമ്മളൊരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനും അതിനെ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതായിട്ടാണ് ലാംഗ്വേജിനെ അവർ കാണുന്നത്. ഓക്കെ, ദ വെക്കാബുലറീസ് ഓഫ് ദ റെഫറൻഷ്യൽ സ്റ്റൈൽ. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതിലേതിലായിരിക്കും വെക്കാബുലറി കൂടുന്നത്? ഉറപ്പായിട്ടും തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ വാക്കുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ആ കൊച്ചിന് എന്തായിരിക്കും ഒത്തിരി എന്താ പറയുന്നത് വെക്കാബുലറി കാണും. So, vocabularies of the referential style children grow faster because all language contains many more nouns than social terms. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു എല്ലാ കണ്ടീഷനിലും ഏത് കൾച്ചറിലും നൗൺസാണ് കൂടുതൽ ദാൻ സോഷ്യൽ വേർഡ്സ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പോലെ പേരും നെയിം പ്ലേസ് തിങ് അതാണല്ലോ നമുക്ക് പഠിപ്പിക്കാനും ഒക്കെ കൂടുതൽ. അതുപോലെ ഒരു ഭാഷയിൽ ഏറ്റവും കൂടുതൽ നൗണായിരിക്കും. അതുകൊണ്ട് പിള്ളേർ റെഫറൻഷ്യൽ സ്റ്റൈൽ ഉപയോഗിക്കുന്ന പിള്ളേർക്ക് എപ്പോഴും വെക്കാബുലറി കൂടുതലായിരിക്കും. റാപ്പിഡ്ലി ഡെവലപ്പിംഗ് റെഫറൻഷ്യൽ സ്റ്റൈൽ ചിൽഡ്രൻ ഓഫൻ ഹാവ് ആൻ എസ്പെഷ്യലി ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ എക്സ്പ്ലോറിങ് ഒബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പിള്ളേർക്ക് എക്സ്പ്ലോറിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വാക്ക് പഠിക്കുമ്പോൾ എങ്ങനെയായിരിക്കും പിള്ളേർക്ക് നെക്സ്റ്റ് അത് കഴിഞ്ഞ് എന്താണെന്ന് പഠിക്കാൻ, അല്ലെങ്കിൽ ദേ ഹാവ് ദ ടെൻഡൻസി ടു എക്സ്പ്ലോർ ദ ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. കാരണം എന്താ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബോൾ എന്ന് പറയുമ്പോൾ അമ്മമാർ ആ ബോൾ എടുത്ത് കൊടുക്കും. അപ്പോൾ ആ കൊച്ചെന്ത് ചെയ്യും, ബോൾ തൊടുമ്പോൾ അമ്മ എന്നാ പഠിക്കും, സോഫ്റ്റ്, ഇതാണ് സോഫ്റ്റ് ബോൾ എന്ന് പഠിക്കും. അപ്പോൾ കൊച്ച് എന്ത് പഠിച്ചു, ബോളും പഠിച്ചു സോഫ്റ്റും പഠിച്ചു. ഇനി അത് കളറുള്ള ബോളാണ് കളറും പഠിപ്പിക്കും നമ്മൾ. അതേസമയം മറ്റേത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ച്, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പ്രസീവ് സ്റ്റൈലിൽ ഉപയോഗിച്ച് ആൾക്കാരോട് ഇങ്ങനെ ജോലിയൊക്കെ ആയിട്ട് നടക്കുന്ന കൊച്ചിനെ നമ്മളിതൊന്നും ചെയ്യാൻ പോകത്തില്ല. സോ അതാണ് അവിടെ പറയുന്നത്. ദേ ഓൾസോ ഈഗർലി ഇമിറ്റേറ്റ് ദെയർ പേരൻസ്, ഫ്രീക്വൻറ്റ് നെയിമിംഗ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ദെയർ പേരൻസ് ഇമിറ്റേറ്റ് ബാക്ക്. മനസ്സിലായോ? അപ്പം ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ പേരൻസ് ഏറ്റവും കൂടുതൽ, അതാണ് പറയുന്നത്, നമ്മൾ നല്ല ലാംഗ്വേജും നമ്മൾ പിള്ളേർ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞില്ലേ ജന്തു എന്നുള്ള എക്സ്ക്യൂസ്, അല്ല ഒരു കൊച്ച് ജന്തു എന്ന് പറഞ്ഞു എന്ന്. അപ്പം അതതിൻ്റെ പേരൻസ് പറയുന്നത്. അപ്പോൾ പേരൻസ് എന്താണോ ഫ്രീക്വൻ്റ് ആയിട്ട് പറയുന്നത് അത് പിള്ളേർ കേൾക്കും, അതായിരിക്കും അവർ തിരിച്ചും പറയാൻ പോകുന്നത്. സോ അത് ഓർക്കുക. എക്സ്പ്രസീവ് സ്റ്റൈൽ ടോഡ്ലേഴ്സ് ടെൻ ടു ബി ഹൈലി സോഷ്യബിൾ. നമ്മൾ പറഞ്ഞില്ല അവർ ഭയങ്കര എന്താ പറയുന്നത് ഫ്രീക്ക്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇങ്ങനെ എന്താ ചിൽ ഔട്ട് ചെയ്ത് നടക്കുന്നത് കൊണ്ട് തന്നെ അവർ ഭയങ്കര സോഷ്യബിളൊക്കെ ആയിരിക്കും. എല്ലാവരെയും ഇഷ്ടമുള്ള അതൊക്കെ അവർ ചെയ്യും. പക്ഷേ എന്തായിരിക്കും അവർക്ക് ലാംഗ്വേജ് ഇച്ചിരി എന്നുവെച്ചാൽ ലാംഗ്വേജ് അവർക്കുണ്ട്, പക്ഷേ ദേ വിൽ ബി ഗുഡ് ഇൻ സോഷ്യൽ റിലേഷൻഷിപ്സ്. ഓക്കെ, ദാൻ എന്താണ് അവർക്ക് ഇപ്പോൾ പിന്നെ ഹൗ ആർ യു, ഇറ്റ്സ് നോട്ട് ട്രബിൾ, ഇങ്ങനെയൊക്കെ വെച്ചാൽ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാൻ പഠിക്കും. പക്ഷേ വേർഡ്സ് പറയാൻ പഠിക്കുന്നത് എന്തായിരിക്കും, റെഫറൻഷ്യൽ സ്റ്റൈലിലുള്ള കുട്ടികളായിരിക്കും വേർഡ്സ് പറയാൻ പഠിക്കുന്നത്. ഇവരിങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന് കമ്മ്യൂണിക്കേഷനൊക്കെ കൊടുത്താണ് ഇവർ പോകുന്നത്. സോ ദ ടു ലാംഗ്വേജ് സ്റ്റൈൽസ് ആർ ലിങ്ക് ടു കൾച്ചർ. അപ്പോൾ ഇത് രണ്ടും റെഫറൻഷ്യൽ സ്റ്റൈലും എക്സ്പ്രസീവ് സ്റ്റൈലോ റെഫറൻഷ്യലും എക്സ്പ്രസീവ് സ്റ്റൈലും കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പം അമേരിക്കൻ കൾച്ചറൊക്കെ കുറച്ചും കൂടെ വെക്കാബുലറീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതേസമയം ചൈനീസ് ഇവരൊക്കെ സോഷ്യൽ റുട്ടീൻസിന് അവർക്ക് ഭയങ്കര ഉണ്ടല്ലോ
ഇങ്ങനെ വാല്യൂ ഓറിയൻറ്റഡ് ആണ് ഈ പറയുന്ന ജപ്പാനൊക്കെ പ്രത്യേകിച്ച്. സോ അവരുടെ കൾച്ചറിലും അവർ അങ്ങനത്തെ നമ്മൾ എംപതിയൊക്കെ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു അവർക്കൊക്കെ എംപതി റിലേറ്റഡ് വാക്കുകളൊക്കെ അവർ പിള്ളേരെ ആദ്യമേ തന്നെ പഠിപ്പിക്കും എന്നാണ് പറയണത്. സോ അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ മദർ സ്പീച്ച് ഇൻ ഈച്ച് കൾച്ചർ റിഫ്ലക്ട് ദിസ് ഡിഫറൻസ്. അപ്പം അമ്മമാരുടെ സംസാരമാണല്ലോ പിള്ളേരെല്ലാം പഠിക്കുന്നത്, അതാണ് അവിടെ പറയുന്നത്. ഇതുപോലെ തന്നെ ഏഷ്യൻ മദേഴ്സും കമ്പയർഡ് ടു അമേരിക്കൻ മദേഴ്സിൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എന്ന് പഠിപ്പിക്കുന്നു, നമ്മൾ എന്നാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പോലും നമ്മൾ പറയില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്ന് പറയുന്നത് പോലും നമ്മൾ കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തുന്ന. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു യൂസ് നമ്മൾ. ഞാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സെൽഫിഷാണ്. അപ്പം ഈ ഗ്രൂപ്പ് മെമ്പർഷിപ്പും നമ്മൾ ചില വാക്കുകളൊക്കെ പഠിപ്പിക്കുന്നതും ഒക്കെ ഇതിനെ ഫോക്കസ് നമ്മൾ ആ ഒരു എന്താ പറയുന്നത് ആ കളക്ടിവിസ്റ്റിക് കൾച്ചറിനെ ശരിക്കും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഫൈൻഡിങ് സപ്പോർട്ട് അപ്പം ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, കൊച്ചിൻ്റെ എന്നുവെച്ചാൽ കൾച്ചറിൽ പഠിപ്പിക്കുന്ന വാക്കുകൾ വരെ, അല്ലെങ്കിൽ യുവർ കൾച്ചർ ഡിറ്റർമൈൻസ് വാട്ട് കൈൻഡ് ഓഫ് വേർഡ്സ് യു അക്വയർ ഇൻ യുവർ ഇനീഷ്യൽ സ്റ്റേജസ് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താ സോഷ്യൽ ഇൻട്രാക്ഷനിസ്റ്റ് പറയണത്? കുട്ടികൾ ലാംഗ്വേജ് പഠിക്കുന്നത് ഇൻട്രാക്ഷനിലൂടെയാണ്. സോ ചിൽഡ്രൻസ് ഇന്നർ ഡിസ്പോസിഷൻ, അപ്പോൾ കൊച്ചു ജനിക്കുമ്പോഴേ ഉള്ള കുറച്ച് കാര്യങ്ങൾ, ആൻഡ് ദെയർ ലിംഗ്വിസ്റ്റിക് ആൻഡ് സോഷ്യൽ വേൾഡ് കമ്പൈൻ ടു ഇൻഫ്ലുവൻസ് ബോത്ത് ദ റേറ്റ് ആൻഡ് മേക്കപ്പ്. അപ്പം കൊച്ചിൻ്റെ ഇന്നർ ഡിസ്പോസിഷൻ അല്ലെങ്കിൽ ദ ജെനറ്റിക് കോമ്പോസിഷൻ വിച്ച് ഹി ഓർ ഷീ ബോൺ ആൻഡ് നല്ല സോഷ്യൽ എക്സ്പീരിയൻസസും കൂടെ കൂടുമ്പോഴാണ്, അല്ലെ സോഷ്യൽ വേൾഡിൽ ആ കൊച്ചിന് കിട്ടുന്ന ഇൻഫ്ലുവൻസും കൂടെ കൂടുമ്പോഴാണ് കൊച്ചിൻ്റെ ലാംഗ്വേജിൻ്റെ റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ കൾച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സെമാൻറ്റിക് ഡെവലപ്മെൻറ്റിൽ കൾച്ചർ ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് നടക്കുന്നതെന്നും പിള്ളേരെങ്ങനെയാണ് വാക്കുകൾ പഠിക്കുന്നതെന്നും അതിൻ്റെ ഏർലി ഫ്രേസും അതുപോലെ എന്താണ് സെമാൻറ്റിക് ഡെവലപ്മെൻ്റ് എന്നും നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് വേർഡ്സ്.